ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ SP125 വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. ഹബിൻ്റെ ഭാഗത്തും ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ അത്യാവശ്യം ഒരു ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഗ്രൂ നോക്കണ്ട. ഇതിൻ്റെ ഇൻഡിക്കേഷൻ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് DWI എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ നേരെ വരുമ്പോൾ ഒരു ലൈൻ കറക്റ്റ് നമുക്ക് അതിനോട് അനുബന്ധിച്ച് തന്നെ അതിനോട് ലെവലാകുമ്പോൾ മാറ്റണം ശരിക്കും. ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേ അതെ, ഞാൻ ഫ്രണ്ടിൽ വരുമ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ടും ബാക്കും ടയർ ഏറെക്കുറെ ആയിട്ടുണ്ട്. ബാക്കിലത്തെ ഫുള്ള് തീർന്നു, ഫ്രണ്ടിലേയും ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെയും കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിവിടെ അതിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. MRFനും മറ്റുള്ള വണ്ടികൾക്ക് അതിൻ്റെ ചെറിയ സിമ്പിളായിരിക്കും. ഇതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ കണ്ടിട്ട് ഒരു ലൈൻ വരും. ഇതിപ്പോൾ ശരിക്കും അത് മാഞ്ഞു, അതിനോട് ലെവലായി മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത് റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടില്ല വണ്ടി. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ റോഡുമായി ഉള്ള ബന്ധം നഷ്ടപ്പെടും, സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഈ മോഡലിലെന്ന് പറയുമ്പോൾ ഏകദേശം ഒപ്പം തീരുള്ളൂ. ഇപ്പോൾ ബാക്കിലത്തെ ഫുള്ള് തീർന്നു, താമസിയാണ്ട് തന്നെ ഫ്രണ്ട് മാറണം. ഓൾറെഡി ഫ്രണ്ട് തീർന്ന് നിൽക്കണേ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡിൻ്റെ കാലാവധി കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഈ ലൈനാണ് അതിൻ്റെ ഒരു മാർക്കിങ് വരാം. ഇതുമ്പോൾ ഫുള്ളായിട്ടുണ്ട്, പക്ഷെ അതും ഏറെക്കുറെ സെൻട്രലൈസിലായിട്ടുണ്ട്. ഇവിടെ കുറച്ച് തേയ്മാനം വന്നിട്ട് മാഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തായാലും അടുത്ത സർവീസുകാർക്ക് എടുക്കില്ല. അപ്പോൾ നമുക്കത് കൈയോടെ മാറ്റി കളഞ്ഞിരിക്കുന്നത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക് പാഡുമേക്ക് പ്ലേറ്റ് കയറി പിടിക്കാൻ തുടങ്ങും. അതായത് ഈ ആസ്പെറ്റോസിൻ്റെ പീസ് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റൽ പ്ലേറ്റാണ്. അത് കയറി പിടിക്കുമ്പോൾ ഡിസ്ക് പ്ലേറ്റ് അടക്കം ഡാമേജ് വരാൻ സാധ്യതയുണ്ടെന്നല്ല കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് കൂട്ടത്തിലൂടെ മാറ്റി കളയാം. പിന്നെ അതിൻ്റെ ബ്രാക്കറ്റ് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൂടെ ഈ റബ്ബർ ശരിക്കും ഒരു ഇതായി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്ന കൂട്ടത്തിലൂടെ നമുക്ക് ഓയിൽ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യേണ്ടതാണ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ്. നിലവിൽ കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. വെച്ചാൽ തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയർ. അപ്പോൾ ബാറ്ററിയും കൂടി കൂട്ടത്തിലൂടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.56 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഇത് സർവീസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നിലവിൽ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഈ മീറ്ററിൻ്റെ പ്രത്യേകം അഡ്വാൻസ്ഡ് മീറ്ററാണ്. ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യും. കംപ്ലയിൻ്റ് ആണെങ്കിൽ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും. അതായത് ചെറിയൊരു വേരിയേഷൻ ഉള്ളിൽ പോലും. അപ്പോൾ നമുക്ക് വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്കൊന്നുകൂടി ടെസ്റ്റ് അടിക്കാം. വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 12.56 ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 14.5 വരെ വന്നാൽ 14ൻ്റെ മുകളിലേക്ക് വന്നാലാണ് ബാറ്ററി ബാക്കപ്പ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് വാറണ്ടി പീരീഡിലാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. എന്നാൽ പോലും ഞാനൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചത് കൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മളത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇനി അത് ഒരു പക്ഷേ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് മാറ്റിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുള്ളൂ. സെൽഫ് അടിക്കുമ്പോൾ എടുക്കാനായിട്ടൊരു ടൈം ലാഗ് കാണിക്കും. പിന്നെ ഇതിൻ്റെ ഫ്യൂലിൻ്റെ പമ്പും എല്ലാ സെൻസറുകളും ഇഞ്ചക്ടറുകളൊക്കെ ബാറ്ററി വോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് എപ്പോഴും കേട്ടോ. അപ്പോൾ ഇതിൽ നിലവിൽ ടെസ്റ്റിൽ ഫെയിൽഡ് കാണിച്ചു എന്ന് കരുതിയിട്ട് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവണമെന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കേസ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റാനുണ്ട്, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്, ബാക്കിയൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന് വർക്കണം. എയർ ഫിൽറ്ററും പ്ലഗൊക്കെ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കോട്ടോ. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. കാരണം പ്ലഗിൽ കാര്യമായിട്ടുള്ള കാർബണിൻ്റെ കണ്ടൻ്റ് ഒന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ 30,000 കിലോമീറ്റർ ഹെഡ് ഡീകാർബണൈസിങ് ഉള്ളതാണ്, ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്നത് മുറയ്ക്കാതെ ഒന്ന് ചെയ്ത് പോകണമല്ലാണ് കേട്ടോ. കാരണം എഞ്ചിൻ്റെ ഹെഡിൽ വന്നിട്ടാണ് കരി നിൽക്കുള്ളൂ. സൈലൻസറിനകത്തേക്കല്ല, ഹെഡിൽ കരി വന്നു. അപ്പോൾ വാൽവിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് വിടേണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ 30,000 കിലോമീറ്ററും ചെയ്യേണ്ടി വരുന്ന വർക്കാണ്. ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കംപ്ലയിൻറ്റ് കാണാൻ നോക്കിക്കരുത്. നമുക്ക് നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് പോലെ
ചെയ്തു പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ